2004 വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേടും. പത്തനംതിട്ടയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? 1.5 മാസം നീണ്ടു നിന്ന പ്രചരണമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത്. ഉറപ്പായും വിജയിക്കും. പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല. പത്തനംതിട്ടയിൽ ഒരു ത്രികോണ മത്സരമുണ്ടോ? ത്രികോണമില്ല. UDF-ഉം LDF-ഉം തമ്മിലാണ് പത്തനംതിട്ട മത്സരം. NDA സ്ഥാനാർത്ഥി ഒരു ഡിസ്റ്റന്റ് തേർഡാണ്. ഈ 2004 സാഹചര്യം ആവർത്തിക്കുന്ന പറയുമ്പോൾ കേരളത്തിലാണോ രാജ്യത്താണോ? കേരളത്തിൽ. രാജ്യത്ത് ഒരു സംശയം വേണ്ട, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. ജനങ്ങളെ ഏറ്റവും സ്വാധീനിച്ചത് എന്താണെന്നാണ് താങ്കൾ? ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ന്യൂനപക്ഷ വേട്ട. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം വടക്കേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് ഗണ്യമായ തോതിൽ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തൽ കൂടിയാകും തെരഞ്ഞെടുപ്പിൽ. ഒരു സംശയമില്ല, ഉണ്ടാവുമല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൂടിയുള്ള വിലയിരുത്തലായിരിക്കും വോട്ട്. ജനങ്ങൾ അതുകൂടി വിലയിരുത്തും. ക്ഷേമ പെൻഷൻ മുടങ്ങിയതൊക്കെ ഒരു പ്രശ്നമല്ലേ? ക്ഷേമ പെൻഷൻ മുടങ്ങിയത് തുടക്കത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രയാസവും ഭിന്നതയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പാവങ്ങൾ ഒന്ന് 1600 രൂപ ഒരു ചെറിയ സംഖ്യയില്ല. രണ്ട് വർഷമായിട്ട് കൃത്യമായിട്ട് കിട്ടി വന്ന തുകയാണ്. അപ്പം അത് ശീലമായി. അതുകൊണ്ട് 28 മാസം പണ്ട് മുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഇന്നത്തെ അനുഭവമാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, ക്ഷേമ പെൻഷൻ നൽകി 3 മാസത്തെ. 2, സുപ്രീം കോടതിയിൽ കേന്ദ്രവും സമ്മതിച്ചെന്ന് UDF സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും. പക്ഷേ കേന്ദ്രം സമ്മതിച്ച് 16,008 കോടി രൂപ അവതർക്കിതമായിട്ട് തർക്കമില്ലാതെ സംസ്ഥാനത്ത് കൊടുത്തിട്ടുള്ളത്. അത് കിട്ടിയപ്പോഴല്ലേ മുൻഗഡ് കൊടുത്തത്. ഈ ഒരു വലിയൊരു അനുഭവമായിരുന്നു. ജനങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അവർ പൈസ തരാത്തതുകൊണ്ടാണ് ഇത് പ്രയാസം ഉണ്ടായെന്നുള്ളത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ പിന്നീടുള്ള ഒരു പകുതിയായപ്പോഴേക്കും ഇത് വളരെ ഫലപ്രദമായിട്ട് ജനങ്ങളോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വിധിയെഴുത്ത് അത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകും. മുമ്പ് സംസ്ഥാന സർക്കാരിനെ കൂടിയുള്ള വിലയിരുത്തലാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസി താങ്കളെ നോട്ടീസ് നൽകുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഇപ്പോൾ എവിടെ ഇരിക്കുന്നു കേന്ദ്ര ഏജൻസി? 2 വർഷമായിട്ട് പുറകെ നടന്നിട്ടേ എന്താണ് വയലേഷൻ, എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ കഴിയാത്ത ഏജൻസിയാണ്. അപ്പം അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ, ശുദ്ധ ഹാരസ്മെൻറ്റ് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവസാനത്തെ നാടകം നോക്കിക്കേ. സിംഗിൾ ബെഞ്ച് എൻ്റെ അപ്പീൽ മെറിറ്റിൽ വിധി പറയാൻ മാറ്റിവെക്കുന്നു. ഞാൻ ചോദ്യം ചെയ്യുന്നത് എന്താണോ കോടതി ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത് അത് തന്നെയാണ് ED ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അവൻ്റെ വാദം കേട്ട് വെക്കുന്നതിന് വേണ്ടി ഡേറ്റ് നിശ്ചയിക്കുന്നു. എന്നാൽ ED എന്താ ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിളിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അപ്പീലിന് പോകണം.